ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഡേ ആൻഡ് മൈ ലൈഫ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഇതൊക്കെ ആഡ് ചെയ്യും കേട്ടോ വീണ്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഫോണൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് വീക്ക്ലി ഒരു 2 വീഡിയോ ഒക്കെ ശരിക്ക് ചെയ്യണം എന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡെയിലി നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല, ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. എന്നാലും വീക്ക്ലി ഒരു 1-2 വീഡിയോ ഒക്കെ ഇടണമെന്നുണ്ട്. പിന്നെ ഇപ്പോൾ എന്താ പറയാമെന്ന് വെച്ചാൽ ഇനി നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡേ ആൻഡ് മൈ ലൈഫ് ആണ്. ഡേ ആൻഡ് മൈ ലൈഫ് ഞാൻ എണീറ്റപ്പോൾ എടുക്കുക എന്നുള്ള മൂഡ് എനിക്കില്ല. ഞാൻ എപ്പോഴും അങ്ങനെയാണ്. എനിക്ക് പെരേ നിൽക്കുമ്പോൾ വീഡിയോ എടുക്കണം എന്നുള്ള മൈൻഡ് ഉണ്ടാവില്ല. പെരേന്ന് അറിയാൻ കഴിയുമ്പോഴാണ് ഞാൻ എടുക്കുക. അപ്പം ഞാൻ മഞ്ചേരി വരെ ഫ്രെയിം കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ സമയത്താണ് ഞാനൊരു ഡേ ആൻഡ് മൈ ലൈഫായിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണതും ജസ്റ്റ് ഞാൻ ചെറിയൊരു ഷോർട്ട് എടുത്തിട്ടുണ്ട്, അത് ഞാൻ മുമ്പിൽ ആഡ് ചെയ്യും. നമുക്കിപ്പോൾ തൊട്ടാണ് നമ്മൾ ഡേ ആൻഡ് മൈ ലൈഫ് വീഡിയോ തുടങ്ങണത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം എന്താണെന്നുള്ളത് കാണാം. പിന്നെ ഇപ്പോൾ ഫോണൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നീണ്ടൊരു ലോങ് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഇതാവും ഫസ്റ്റ് വീഡിയോ. അപ്പോൾ എല്ലാവരും കാണണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് വീഡിയോസൊക്കെ മാക്സിമം ഇട്ട് മോണിറ്റൈസറും കാര്യങ്ങളൊക്കെ ആക്കി എടുക്കാനുണ്ട് ചാനൽ. ഏകദേശം ഒരു 10-11 മണി ആ ഒരു റേഞ്ചിലായിട്ടുണ്ട് കേട്ടോ സമയം. അപ്പോൾ നമ്മൾ പോവാണ്. പോയിട്ട് പിന്നെ ഞാൻ ഫ്രെയിം പർച്ചേസ് ചെയ്യുന്ന ഷോപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിലൊക്കെ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അത് അങ്ങനെ പോണതും വരുന്നതൊന്നും എടുക്കണില്ല. ജസ്റ്റ് അവിടെ എത്തിയിട്ട് ഫ്രെയിം വാങ്ങണം, എന്തെങ്കിലുമൊക്കെ ചെറിയ ഷോർട്ട് ഞാൻ ആഡ് ചെയ്യാം. അല്ലാത്തപ്പോൾ സ്വാഭാവികം ഞാൻ ഏറെക്കുറെ വീഡിയോയിലും ഞാൻ ഇട്ടിട്ടുണ്ട്. ഫ്രെയിം വാങ്ങണ ഷോപ്പായാലും പ്രിൻ്റ് എടുക്കുന്ന ഷോപ്പായാലും അങ്ങനെയൊക്കെ ഞാൻ ഏകദേശം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണിക്കണില്ല. പിന്നെ പോയി വന്നിട്ടുള്ള വീഡിയോ, വീട്ടിൽ ഫുഡ് കഴിക്കണത്, അങ്ങനത്തെ ഇന്നത്തെ ഒരു ഡേ ആയിട്ട് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉമ്മയും അനിയത്തിയും കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് ഇന്ന് ഉണ്ടാക്കിയില്ലായിരുന്നു. ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാമെന്നുള്ള രീതിയിലാണ് ഇറങ്ങിയത്. അപ്പോൾ നമ്മളിവിടെ ഇവിടെ മരത്താണി ഒരു ഹോട്ടലുണ്ട് കേട്ടോ. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ല നൈസാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ അന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഇവിടുന്നാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പോകും, അവിടെ ക്ലാസ്സിൽ പോകും, അമ്മ ഷോപ്പിലും പോകും. അങ്ങനെ ഞാൻ അവരൊക്കെ പോയതിനു ശേഷം ഞാൻ നമ്മുടെ ഷോപ്പിൽ പോയിട്ട് ഇവിടെ പോയി ഞാൻ ഇവിടുന്ന് തന്നെ ഫ്രെയിമും ഈ 1-2 ഫ്രെയിം പ്രിൻ്റ് എടുക്കാൻ സെറ്റ് ചെയ്യാനുള്ളതൊക്കെ ആകുമ്പോൾ എനിക്കിതെല്ലാം പർച്ചേസ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി വീണ്ടും അവിടെ നിന്നെല്ലാം വലിച്ചിട്ട് ഫസ്റ്റ് നിന്നെല്ലാം ചെയ്ത് എല്ലാം അടുക്കി പൊറുക്കി വെക്കാനും ഇത് കുറച്ച് മടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 1-2 ഫ്രെയിമൊക്കെ ആണെങ്കിൽ ഞാൻ ഇവിടുന്ന് തന്നെ പർച്ചേസ് ചെയ്ത്, ഇവിടെ തിരക്കൊന്നുമില്ലാത്ത സമയമാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കട്ടിങ്ങും കാര്യങ്ങളും സെറ്റിങ്ങും എല്ലാം കഴിച്ചിട്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും. പിന്നെ ഫോട്ടോ വീഡിയോ എടുക്കാനുള്ളത് ഞാൻ എന്തായാലും വീട്ടിലെത്തിയിട്ട് തന്നെ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ അതെല്ലാം അവിടെ സെറ്റാക്കി പോന്നു. അപ്പോൾ ഞാൻ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് ചെയ്തു. പിന്നെ ഞാൻ ഫൈനലി ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് ഫോട്ടോസൊക്കെ എടുത്തത്. അപ്പം ഇതാണ് ഞാൻ അവിടെ ചെയ്തത്. കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണുന്നതിനാവും കേട്ടോ. ഞാനൊരു ഫോട്ടോ വീഡിയോസൊക്കെ ഇപ്പോൾ ഞാൻ മഞ്ചേരി പോയി അത് ചെയ്ത് വന്നതിന് ശേഷം ഞാൻ പിന്നെ അടുത്ത് കയറിയിട്ടില്ല. കാരണം പിന്നെ ഞാനിത് ഫോട്ടോ എടുത്തു, ജസ്റ്റ് ഫോട്ടോ അയച്ചു കൊടുത്ത് ഞങ്ങൾക്കിത് വീഡിയോ എടുക്കാനുണ്ട്. അപ്പോൾ ഇതാട്ടോ. പിന്നെ ഞാൻ അപ്പുറത്തേക്ക് കൊടുക്കുന്നത്. പിന്നെ അതിപ്പോൾ ഒരു ഗിഫ്റ്റ് പേപ്പർ വാങ്ങിക്കണേ. ഞാൻ മുസ്ലിമാണ് പൈസ. പിന്നെ ഞാൻ കിണറിൻ്റെ അവിടെ നിന്നിട്ട് വീഡിയോ ചെയ്തത്. അപ്പോൾ അവിടുത്തെ പട്ടി നല്ല കുറേ കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് ഇവിടേക്കും ആ സൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് ഇപ്പുറത്തേക്ക് വന്നിട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ആൽഫ ഗുഡ്നസിൻ്റെ ബീട്രൂട്ട് ഇത് കേട്ടോ. ഇത് ഞാൻ കൂടുതൽ അങ്ങനെ യൂസ് ചെയ്യും. കൂടുതൽ ഞാൻ ഫേസിന് അങ്ങനെ സ്കിൻ കെയർ എന്ന് പറഞ്ഞ സാധനം എൻ്റെ ഡിക്ഷണറിയിലേ ഇല്ല കേട്ടോ. ഞാൻ അത് ചെയ്യലേ ഇല്ല. അപ്പോൾ പിന്നെ എന്താ പറയുന്നത്, അപ്പോൾ ഞാൻ ഇത് മേടിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ സ്കിൻ കെയർ ഞാൻ അങ്ങനെ നോക്കലേ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും ടൊമാറ്റോ അങ്ങനെ കാര്യങ്ങളൊക്കെ സ്ക്രബും കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ ഡെയിലി വർക്കിനും ക്ലാസ്സിനൊക്കെ പോകുന്നതുകൊണ്ട് മുഖമൊക്കെ അത്യാവശ്യം നല്ല ഡള്ളായിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഇങ്ങനത്തൊക്കെ തേക്കാൻ ഭയങ്കര മടി. കാരണം ഇതൊക്കെ തേച്ച് കുറച്ച് നേരം നമ്മൾ ട്രൈ ആവാൻ നിൽക്കണ്ടേ, അതാണ് എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിന് നിൽക്കലില്ല. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല റിവ്യൂവും കാര്യങ്ങളും ഉള്ളതാട്ടോ. നമ്മുടെ പർപ്പിളിലും അതുപോലെ തന്നെ മീഷോയിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള സാധനമാണ്. ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് അതിന് മാത്രം ട്രൈ ആവാനില്ല. കാരണം ഞാനിത് ഫസ്റ്റായിട്ട് യൂസ് ചെയ്തതിൻ്റെ കസിൻ ഇത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ദിവസം അങ്ങോട്ട് പോയപ്പോൾ ഞാനിത് യൂസ് ചെയ്തു. ഞാൻ ഇവിടെ നിന്നൊന്നും അങ്ങനെ സ്ക്രബോ ഫേസ് ഒന്നും ഞാൻ ചെയ്യലില്ല. ഞാൻ അവിടെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞങ്ങൾ അങ്ങനെ കമ്പനി ആയിട്ട് ചെയ്യണതേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ ഞാൻ ഇതെനിക്കിഷ്ടമായി. അപ്പോൾ ഞാൻ ഇന്ന് ഫ്രെയിം വാങ്ങാൻ പോയപ്പോൾ അവിടെ ഞാനിത് കണ്ടു. അല്ലാതെ എനിക്ക് ഓർഡർ ചെയ്ത് വാങ്ങണോ അങ്ങനെ അങ്ങനെ ഡെലിവറി ചാർജൊക്കെ കൊടുത്ത് വെറുതെ വാങ്ങിയിട്ട് ഞാൻ യൂസ് ചെയ്യൂല. അതാണ് മെയിനായിട്ട്. ഒരു ദിവസം ഇപ്പോൾ വാങ്ങിയതിൽ ഞാൻ യൂസ് ചെയ്താൽ പിന്നെ ഞാനത് യൂസ് ചെയ്യൂല. അതുകൊണ്ടാണ് എനിക്ക് വാങ്ങാനുള്ള മടി. അപ്പോൾ അങ്ങനെ ഞാനിതിന്ന് ഫൈനലി ഇത് വാങ്ങി. ഇനിയിപ്പോൾ ഇതിലേക്ക് എന്താ തൈര് അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ റോസ് മേരി വാട്ടർ അങ്ങനെ എന്തൊക്കെയോ ആഡ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും വാങ്ങിയിട്ടുണ്ട്. ഇന്ന് എനിക്ക് യൂസ് ചെയ്ത് നോക്കണം. 2 ദിവസം ഉണ്ടാവും. ബാക്കി കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഒന്നാമത് മടിയാണ് ഇതിങ്ങനെ ഡ്രൈ ആവാൻ നേരം ആ സമയം നിൽക്കാൻ. അതിനുള്ളൊരു ക്ഷമയും കാര്യങ്ങളും എനിക്കില്ല. അപ്പോൾ അതൊക്കെയാണ് പിന്നെ വാങ്ങിയത്. ഇനിയിപ്പോൾ നമ്മൾ ഫ്രെയിമിൻ്റെ വീഡിയോ എടുക്കണം. അല്ലാതെ പിന്നെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഒന്നുമില്ല. ഞാൻ ഫ്രെയിം നാളെ കൊടുക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഇതിന് മുമ്പ് യൂട്യൂബിൽ വീഡിയോ ഇട്ടപ്പോഴും എൻ്റെ ഡ്രസ്സ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഡ്രസ്സ് തന്നെയോ ഉള്ളൂ എന്നുള്ളത്. കഴിഞ്ഞ മുമ്പത്തെ വീഡിയോയിലും ഞാൻ ഈ ഡ്രസ്സായിട്ട് ഇട്ടത്. കാരണം എനിക്ക് ഇങ്ങനത്തെ ടീഷർട്ട് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഒരു ബ്ലാക്ക് പാൻറ്റ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. വർക്കിനാണെങ്കിലും ക്ലാസ്സിനാണെങ്കിലും ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ബ്ലാക്ക്. വീഡിയോയിൽ ഞാൻ എടുത്തപ്പോൾ ഇതായിട്ടത്. ഇന്ന് ഞാൻ വീഡിയോ എടുക്കണം വിചാരിച്ചിട്ട് ഇട്ടത് അല്ല. അപ്പോൾ ഞാൻ ഇന്നൊരു ഡേ ആയിട്ട് ഒരു വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ഞാനിന്ന് ഞാൻ പറഞ്ഞില്ലേ പുറത്ത് ഇറങ്ങുമ്പോഴാണ് എനിക്കിന്ന് വീഡിയോ എടുക്കണം എന്നുള്ള ആ ഒരു മൈൻഡ് എനിക്ക് വരിക. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴോ വീട്ടിൽ നിന്ന് നിൽക്കുമ്പോഴൊന്നും ഒരു വീഡിയോ എടുക്കണം എന്നുള്ളൊരു മൈൻഡൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ ഡ്രസ്സൊന്നും ഇപ്പം ഇങ്ങനെ ഈ വീഡിയോയിൽ വരുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ അപ്പം അങ്ങനെ ഞാൻ ഇതൊക്കെ എല്ലാ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാനിതെങ്കിലും എടുത്തൊക്കെ കേട്ടോ നമുക്ക് ഉള്ളിൽ കൊണ്ടുപോയി വെക്കാം. ഇതെന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് മോഡൽ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതെല്ലാം നമുക്ക് എടുത്ത് വെക്കാണ്. കിണറിൻ്റെ ഇവിടെ നിന്നാണ് കേട്ടോ. താഴത്തൊക്കെ എന്തെങ്കിലും ചാടിയാൽ അത് തീരും. അപ്പോൾ ഞങ്ങളത് വീഡിയോ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഉള്ളോട്ട് പോകാം കേട്ടോ. You put down the phone, you've nowhere to go, get back on the road, yeah it's so hard. അപ്പോൾ ഞാൻ അത്യാവശ്യം ടയർഡായിരുന്നു. ചെറുപോലി കച്ചവടം ഡ്രസ്സിൻ്റെ അതൊന്നും പെണ്ണുങ്ങളെ അങ്ങാടിക്കറങ്ങാതെ ഉൾനാടല്ലേ എല്ലാം പോയിട്ട് കച്ചവടം വെച്ച് കച്ചവടം ചെയ്യുന്നത്. എനിക്കിപ്പോൾ തമിഴ്നാട് എല്ലാവരും വലിയ വലിയ നമ്മളെ നല്ല സാധനം വെച്ചാൽ ആൾക്കാർക്ക് വേണ്ടി. അപ്പം ഞാൻ എനിക്ക് ഫ്രെയിം ഫോട്ടോ എടുക്കുന്ന വീഡിയോക്കളൊക്കെ എടുക്കൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടുന്ന് കഴിക്കുകയാണ് കേട്ടോ. ഞാൻ ജഗ് ഉണ്ടല്ലോ അത് കഴിക്കാമായിരുന്നു. അതും പിന്നെ മിച്ചറും ചായയൊക്കെ കുടിക്കുകയായിരുന്നു കേട്ടോ. സമയം ഉച്ചയാണ്. ഞാൻ ഈ സമയത്താണ് ഇതൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ബാക്കിൽ നിന്ന് ഫോണിൽ സംസാരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഞാനത് മിണ്ടാതിരുന്നതാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഒന്ന് കിടന്നു കേട്ടോ. കുറച്ച് റെസ്റ്റ് എടുത്ത് കിടന്നതിന് ശേഷം ഞാൻ ഈവനിങ് ഉറങ്ങി എണീറ്റിട്ടാണ് ഞാൻ തിരുമ്പാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് തീരുമാനമുണ്ട്. എനിക്ക് എൻ്റെ വർക്കിൻ്റെ കോസ്റ്റ്യൂം ഒന്ന് തീരുമാനം. അതേപോലെ ബാഗ് എനിക്ക് നാളെ കോളേജ് ഉണ്ട്. അതുകൊണ്ട് ബാഗ് ഒന്ന് കഴുകിയിടണം കേട്ടോ. അപ്പോൾ ഈവനിങ് ഉറങ്ങി വെച്ചിട്ടാണ് എൻ്റെ ഫേസ് ഇങ്ങനെ. അപ്പോൾ ഇനി നമ്മൾ തിരുമ്പാൻ പോകണം. അതാണ് ഇനി നമ്മുടെ നെക്സ്റ്റ് പണി. അപ്പോൾ ഞാൻ തിരുമ്പാൻ വേണ്ടിയുള്ള സോപ്പ് പൊടിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം മുമ്പ്. പിന്നെ ഞാൻ അവിടെ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കംഫർട്ട് നമ്മളത് മുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അക്വറിൻ്റെ ഫേസ് വാഷും ഈ സാധനം ഞാനെടുത്ത കാലൊരുക്കാനും ഫേസ് ക്ലീൻ ആക്കിയിട്ട് കയറാനും. അപ്പോൾ ഇന്ന് കുടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എനിക്ക് മടി. അപ്പോൾ ഇന്ന് തിരുമ്പൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ നമുക്ക് തിരുമ്പാൻ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. എൻ്റെ ഡ്രസ്സൊക്കെ അങ്ങനെ തിരുമ്പി കഴിഞ്ഞു. ഒലിമ്പിന് എൻ്റെ ഈ ബാഗ് കിട്ടും. ബാഗ് ഞാൻ ഓൺലൈനിൽ മേടിച്ചതായിരുന്നു കേട്ടോ. 3 രീതിയിലും തെന്ന് കിട്ടിയിട്ടോ. ഇത് നല്ല സ്ഥലമുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ദിവസം കോളേജിൽ കൊണ്ടുപോകാനായപ്പോൾ കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പോൾ അതിന് ശേഷം നല്ല മഞ്ഞിരിക്കുന്നു. അതൊന്നും ആക്കിയിട്ടില്ലേനു. അപ്പോൾ
തരും എൻ്റെ ബാഗിന് വേണ്ടിയിട്ടാണ് തരുന്നത്. അതിനാണ് കിട്ടപ്പോൾ ഞാൻ എൻ്റെ വർക്കിൻ്റെ ഡ്രസ്സ് കിട്ടും, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ അലക്കലും ചിക്കനും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈവനിങ് ആണ് എൻ്റെ ഫുഡ് കഴിക്കൽ. അപ്പം ബീഫും വെണ്ടക്കക്കറിയൊക്കെ കൂട്ടി നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ഞാൻ ഫ്രണ്ട് കോൾ ചെയ്യുന്നുണ്ടായിരുന്നു, അപ്പം ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ഷോട്ട് ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. അതുപോലെ കഴിഞ്ഞ് ഇനി വീണ്ടും ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കും കേട്ടോ. ഇനി ഒന്ന് വെറുതെ ഇരിക്കണം, ഫോണമെല്ലാം കളിച്ച് അങ്ങനെ ഇരിക്കണം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. പിന്നെ നമ്മൾ ചിക്കൻ പൊരി ചായയും കൂടെ കഴിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ചിക്കനൊക്കെ മട്ടൻ പൊരി ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഈവനിങ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് നേരം ഫോണെല്ലാം കണ്ടിരുന്ന് വീഡിയോ ഒക്കെ ഉണ്ട്, റീൽസെല്ലാം കണ്ടിരുന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഇത് നൈറ്റാണ് കേട്ടോ. നൈറ്റ് ഒരു 8-9 മണി ആ ഒരു റേഞ്ചിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നൈറ്റ് ഫുഡ് കഴിക്കുന്നില്ല, നമ്മൾ ഈവനിങ് ചോറ് കഴിച്ചതായതുകൊണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഓട്സ് ആട്ടോ കഴിക്കണേ നൈറ്റ്. അപ്പോൾ ഞാൻ അത് കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇതോട് കൂടിയിട്ട് അത് അവസാനിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.